ഹായ്, ഏവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഡേ 1 മുതൽക്ക് ഡേ 18 വരെയും ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ഒരു മാജിക്കൽ ചലഞ്ച് ആണ്. മാജിക്കൽ ചലഞ്ച് എപ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു 100 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ 100 ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഡേ 19 പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക്കൽ ഫുഡ് സ്റ്റെപ്സ് ആണ് കേട്ടോ. അതായത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, വളരെ ഫാബുലസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പിനും നമ്മൾ നന്ദി പറയുകയാണ്. മനസ്സിലായോ? അപ്പൊ നന്ദി പറയുന്നതിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അളവറ്റ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചശക്തി കൊണ്ടു തരുന്നുണ്ടല്ലേ. അപ്പോ ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നത് മുതൽ അവന്റെ വളർച്ച അത് എത്രത്തോളമാണെന്ന്, നമുക്ക് നടക്കാൻ കഴിയുന്നത് അത് എത്ര മഹാഭാഗ്യമാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അല്ലേ. ചിലപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഡ്രീമാണ് ഒന്ന് എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് കാലിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അല്ലേ. നമ്മളപ്പം പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു 100 സ്റ്റെപ്പ് നമ്മൾ പർപ്പസ്ഫുള്ളി നടക്കുക. ബോധത്തോടെ ആ ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴും നമ്മൾ താങ്ക് യു പറയുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. നമ്മൾ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞു, നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് നമ്മൾ നന്ദി പറഞ്ഞു അല്ലേ. അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാജിക്കൽ ഫുഡ് സ്റ്റെപ്പിനും. നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ നന്ദി പറയുക. അത് എത്രത്തോളം നമ്മളെ മഹത്വമുള്ളവരാക്കുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ മാജിക്കൽ പ്രാക്ടീസ് ഇതാണ്, മാജിക്കൽ ഫുഡ് സ്റ്റെപ്സ്. നിങ്ങൾ പർപ്പസ്ഫുള്ളി, നിങ്ങൾ മനഃപൂർവ്വം ബോധപൂർവം നിങ്ങൾ നടക്കുക. ഒരു 100 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ നടക്കുക. 100 സ്റ്റെപ്പ് നടന്നിട്ട് നിങ്ങൾ നന്ദി പറയുക. അതൊരു ശീലമാക്കി മാറ്റുക. ശരിക്കും നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആക്കി മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നോളും. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ആരും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഈ 18 ഡേയ്സും പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റോടു കൂടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും ഡേ 19 എന്താണ് എന്നുള്ളത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്രീക്വൻസി എപ്പോഴും നിങ്ങൾ ഹൈ ലെവലിൽ തന്നെ കൊണ്ടു നടക്കുക. അവിടെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോഴത്തേനും നമുക്ക് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് താനേ വന്നോളും. നമുക്ക് ഹാപ്പിനെസ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ സാഡായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും അവിടെ വർക്കൗട്ട് ആകാത്തത്. എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതിന് മാത്രം മൈൻഡിൽ സ്ഥാനം കൊടുക്കുക. നമ്മൾ ചിന്തിക്കുന്ന തോട്ടുകളാണ് നാളെ നമ്മുടെ പ്രവൃത്തികളായിട്ട് വരുന്നത്. ആ പ്രവൃത്തികൾക്കൊരു ബലം കാണുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഓരോ നേട്ടങ്ങളും ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വെക്കുമ്പോഴും നിങ്ങൾ നന്ദി പറയുക. അതാണ് നമ്മുടെ ഇന്നത്തെ മാജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഡേ 20th ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് നാളെ കാണാം ഡേ 20th. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.